ഹലോ ഫ്രണ്ട്സ്, നെക്സ സിസ്റ്റത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബയോമെട്രിക് അറ്റൻഡൻസ് മെഷീനാണ്. അപ്പോൾ ഈ ഒരു ബയോമെട്രിക് അറ്റൻഡൻസ് മെഷീൻ നമുക്ക് ആക്സസ് കൺട്രോൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ജസ്റ്റ് ഫിംഗർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്ന സിസ്റ്റം, ആ ഒരു സെറ്റപ്പ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡിവൈസിന് നിങ്ങൾക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം, അതുപോലെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതേപോലെയുള്ള സബ്ജക്റ്റിലൊക്കെ താല്പര്യമുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഹിക്യൂഷൻ പോലെ തന്നെ നമ്മുടെ ESSL എന്നുള്ള ബ്രാൻഡ് ആയിരിക്കും നിങ്ങൾ എവിടെ പോയാലും അറ്റൻഡൻസ് മെഷീനിലും ആക്സസ് കൺട്രോൾ മെഷീനിലും കാണാൻ കഴിയാം. അപ്പോൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ESSLൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ESSLൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും വളരെ നല്ല പ്രോഡക്റ്റാണ്. അവർക്ക് ക്യാമറയും വരുന്നുണ്ട്, പക്ഷെ നമ്മുടെ മറ്റുള്ള ക്യാമറകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ്. അതുകൊണ്ടാണ് അതാരും വലിയായിട്ടൊന്നും പർച്ചേസ് ചെയ്യാത്തത്. അപ്പോൾ നമ്മുടെ ESSL എന്നുള്ള കമ്പനി ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഏകദേശം 19 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഒരു കാരണവശാലും ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പാടില്ല. അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ, സ്നാപ്ഡീൽ പോലെയുള്ള ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾ ഈ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അതിന് വാറണ്ടിയോ അതിന് ടെക്നിക്കൽ സപ്പോർട്ടോ ഈ കമ്പനികളൊന്നും തരില്ല. അതായത് ESSLൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഇത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഒരു പ്രോഡക്റ്റുകൾക്കും അവർ ഓൺലൈൻ പർച്ചേസ് ചെയ്താൽ വാറണ്ടി കൊടുക്കില്ല. രണ്ടാമത്തെ കാര്യം, ESSL എൻഡ് യൂസറിന് സപ്പോർട്ട് കൊടുക്കുന്നില്ല. അതായത് ഒരു ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു ഡീലർക്കോ മാത്രമാണ് ESSL കസ്റ്റമർക്ക് ESSLൻ്റെ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ESSLൻ്റെ ബയോമെട്രിക് അറ്റൻഡൻസ് മെഷീൻ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ESSLൻ്റെ പ്രോഡക്റ്റ് ഇരിപ്പുണ്ട്. ആദ്യം ഇതിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇത് ESSLൻ്റെ ബയോമെട്രിക് അറ്റൻഡൻസ് മെഷീനാണ്. പിന്നെ ഇതിൻ്റെ കൂടുതൽ നമുക്ക് ഇതിൻ്റെ അഡാപ്റ്റർ ഉണ്ട്, പവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ അഡാപ്റ്റർ ഉണ്ട്. ഇത് 12 വോൾട്ട് 1.5 ആംപിയർ പവർ അഡാപ്റ്ററാണ്. പവർ അഡാപ്റ്റർ എന്ന് വെച്ചാൽ വലിയ ഹെവി വോൾട്ടേജ് ഒന്നുമില്ല, വളരെ കുറഞ്ഞ വാട്ടേജ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പവർ കൺസപ്ഷൻ വരുന്നുള്ളൂ കേട്ടോ. അടുത്തായിട്ട് ഇതിൻ്റെ കൂടുതൽ ഒരു കിറ്റ് വരുന്നുണ്ട്. ഇതിനകത്ത് വരുന്നത് വെച്ചാൽ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ ആക്സസ് കൺട്രോൾ മെഷീനായിട്ടും ഇത് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആക്സസ് കൺട്രോൾ മെഷീനായിട്ട് കണക്ട് ചെയ്യാനുള്ള സാധനങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇൻസുലേഷൻ സ്ക്രൂസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതതിൻ്റെ കേബിൾസൊക്കെയാണ്. പിന്നെ അതോടൊപ്പം വന്നിരിക്കുന്നത് ഇതും അതിൻ്റെ ഒരു കേബിളാണ്. ഇതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇതതിൻ്റെ സ്ക്രൂ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ ആ ഒരു പ്രോക്സിമിറ്റി കാർഡ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കാർഡ് തരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതൊരു പ്രോക്സിമിറ്റി കാർഡാണ്. ഈ കാർഡ് ജസ്റ്റ് ഈ ഒരു ഡിവൈസിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫിംഗറും പ്രസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഡിവൈസ്. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്കിവിടെ പവർ കണക്ട് ചെയ്യാനുള്ളൊരു പോർട്ടുണ്ട്. ഇതിൽ കൂടെ വന്നിരിക്കുന്ന ആ ഒരു പവർ അഡാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ഇവിടെയാണ് നമ്മൾ പ്രസ് ചെയ്യുക. ആണോ, ഇങ്ങനെ നമുക്ക് പ്രസ് ചെയ്യാം. അതുപോലെ ഇത് നമ്മുടെ എതർനെറ്റ് കണക്ടറാണ്. അതായത് നമുക്ക് അറ്റൻഡൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, കമ്പ്യൂട്ടറുമായിട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോർട്ടാണിത്, RJ45 പോർട്ട്. അപ്പോൾ ഈ ഒരു അറ്റൻഡൻസ് മാനേജ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു ആക്സസ് കൺട്രോൾ മെഷീനും കൂടെ ഇതിലൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ജിംനേഷ്യത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു മാനേജർ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ എൻ്റെ പേര് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ആക്സസ് കൺട്രോൾ മെഷീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ESSLൻ്റെ ഈ ഒരു K30 Pro എന്നുള്ള പ്രോഡക്റ്റാണ് അവിടെ ആക്സസ് കൺട്രോൾ മെഷീന് വേണ്ടിയിട്ട് ഡോറിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തേക്കണം. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ എൻ്റെ പേരിങ്ങനെ ഓരോ അക്ഷരങ്ങളിങ്ങനെ ഞെക്കി കീപാഡിൽ 4x4 കീപാഡ് ഇതിലുണ്ട്.
അപ്പോൾ ഈ കീപാഡിൽ ഞെക്കി എൻ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ ഇവർ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് തന്നില്ലേ ഇത് ചെയ്യണ സമയത്ത്? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല സോഫ്റ്റ്വെയർ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടോ? അങ്ങനെയൊന്നും തന്നില്ലായിരുന്നല്ലോ. അവർ പറഞ്ഞു ഇത് ജസ്റ്റ് ഇങ്ങനെ ഞെക്കിയാണ് എൻ്റർ ചെയ്യുന്നതെന്ന്. അതായത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തുനിന്നും അത്യാവശ്യം ഇതിനെപ്പറ്റി അറിയാവുന്ന ആളുകളിൽ നിന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് നോക്കുക. ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞങ്ങൾ ഇത് പർച്ചേസ് ചെയ്യണമെന്ന്. പക്ഷേ ഈ പ്രോഡക്റ്റ് ഇൻസ്റ്റലേഷൻ ചെയ്ത് മുന്നേ എക്സ്പീരിയൻസ് ഉള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ ഒരു സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ സോഫ്റ്റ്വെയറിന് ലൈസൻസ് കിട്ടുള്ളൂ. അതായത് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഈ ഒരു സോഫ്റ്റ്വെയറുമായിട്ട് നമുക്ക് കമ്പൈൻ ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് വിൻഡോസ് കമ്പ്യൂട്ടറിൽ ഇടാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ E-Time ട്രാക്ക് ലൈറ്റ് എന്നാണ്. അത് നമുക്ക് വെബ് ഇൻ്റർഫേസിലും വരുന്നുണ്ട്, അല്ലാതെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇടാവുന്ന സോഫ്റ്റ്വെയറുമാണ്. അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ലൈസൻസിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ഈ പ്രോഡക്റ്റ് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറുമായിട്ട് ഒരു ലിങ്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ലൈസൻസ് ആവശ്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ പ്രോഡക്റ്റ് നമുക്ക് സോഫ്റ്റ്വെയർ വഴി കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ സോഫ്റ്റ്വെയർ വഴി യൂസ് ചെയ്ത് കണക്ട് ചെയ്തായിരുന്നെങ്കിൽ എൻ്റെ ആ ഒരു കേസിൽ ഞാൻ ആ ജിമ്മിൽ പോയ സമയത്ത് അദ്ദേഹത്തിന് വളരെ എളുപ്പം എൻ്റെ പേര് ചുമ്മാ ടൈപ്പ് ചെയ്ത് കയറ്റാൻ പറ്റുമായിരുന്നു. അതുപോലെ ഞാനിപ്പോൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് എൻ്റെ പേര് അവർക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ, അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ പവർ കണക്ട് ചെയ്തിട്ടുണ്ട്. പവർ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പവർ ഓൺ ആവും. ഇത് ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിംഗർ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു ഡിവൈസ് ഇപ്പോൾ ബൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ആൻഡ് ടൈമൊക്കെ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇത് കറക്റ്റ് ഡേറ്റ് ആൻഡ് ടൈമൊക്കെ കാണിച്ചേക്കണം. പിന്നെ നമുക്ക് ചെക്ക് ഇൻ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഞ്ച് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ചെക്ക് ഔട്ട് ഉണ്ട്, ചെക്ക് ഇൻ ഉണ്ട്. ഇപ്പോൾ ചെക്ക് ഇൻ മീൻസ് നമ്മൾ വരുന്ന സമയത്ത് നമുക്കിവിടെ പ്രസ് ചെയ്യുന്നു, നമ്മൾ ഫിംഗർ പ്രസ് ചെയ്ത ശേഷം പഞ്ച് ചെയ്യുന്നു. ഞാനിപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫിംഗർ ഇതിനകത്ത് എൻ്റർ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞില്ല ആ ഒരു ജിമ്മിലെ ആ ഒരു ചേട്ടൻ ഇവിടെയാണ് അത് എൻ്റർ ചെയ്തത്. ഇങ്ങനെ നമുക്ക് ഞെക്കി നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് മെനു എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു മെനു കാണിക്കും കണ്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് യൂസർ മാനേജ്മെൻ്റ് ഉണ്ട്. ഇതിന് ഇങ്ങനെ നമുക്ക് ഓരോന്ന് ഞെക്കി നമുക്ക് എടുക്കാൻ പറ്റും കണ്ടോ. അതിൻ്റെ സിസ്റ്റം സെറ്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യുന്നത് വെച്ചാൽ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നിങ്ങളിത് ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ഇൻസ്റ്റലേഷൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഒരാളെ കയറ്റാൻ വേണ്ടി ഒരു യൂസറിനെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനത്തെ ഡിഫിക്കൽട്ടൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്കൊരു സോഫ്റ്റ്വെയറിൽ കൂടെ തന്നെ നമുക്ക് ആ യൂസറിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇനി ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുന്നത് നോക്കാം. ഹോട്ടലുകൾ, അതുപോലെ സ്കൂളുകൾ, കോളേജുകൾ, പിന്നെ ജിംനേഷ്യം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്ലബ്ബുകൾ, പിന്നെ നമ്മുടെ ഓഫീസുകൾ, ഫാക്ടറികൾ എന്ന് വേണ്ട എവിടെയും നമുക്ക് അറ്റൻഡൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇതിൻ്റെ എൻട്രി ലെവൽ പ്രോഡക്റ്റ് ആണ്. ഇതിൽ എൻട്രി ലെവൽ ആണെങ്കിൽ കൂടി 2000 ആളുകളെ യൂസേഴ്സിന് എൻ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ 2000 യൂസേഴ്സിൻ്റെ കാർഡും എൻ്റർ ചെയ്യാൻ പറ്റും, ഫിംഗറും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റാണിത്. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം. 1,00,000 എൻട്രീസ് വരെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കും. 1,00,000 വരെ ലോഗുകൾ. ലോഗം എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു ഫിംഗർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലോഗായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ വേറൊരാൾ വന്നിട്ട് ഫിംഗർ പ്രസ് ചെയ്ത് ലോഗായിട്ട് കൺസിഡർ ചെയ്യും. മറ്റൊരാൾ വന്നിട്ട് കാർഡ് കാണിച്ചാൽ അതൊരു ലോഗായിട്ട് പ്രസ് ചെയ്യും. അങ്ങനെ 1,00,000 ലോഗുകൾ വരെ ഇതിനകത്ത് കിടക്കും. ഈ 1,00,000 ലോഗുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സിസ്റ്റത്തിലേക്ക് E-Time ട്രാക്ക് ലൈറ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഞങ്ങൾ ഈ അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഇൻസ്റ്റലേഷൻ ചെയ്യാറുണ്ട് ഈ പ്രോഡക്റ്റ്. അപ്പോൾ ഇതൊരു ആക്സസ് കൺട്രോൾ മെഷീനായിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരുന്നു, അയാൾക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. അവിടെയുള്ള ഇൻമേറ്റ്സിന് മാത്രമേ അവിടെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ ജസ്റ്റ് കാർഡ് കാണിക്കുന്നു, ഉള്ളിൽ കയറുന്നു. പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ആരാണ് പോയതെന്ന് അപ്പാർട്ട്മെൻറ്റിൽ അറിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എക്സിറ്റ് ബട്ടണാണ് ഇവിടെ വയ്ക്കുക. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇൻഫോ പാർക്ക് പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ സോഫ്റ്റ്വെയർ കമ്പനീസിലൊക്കെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഈ ഒരു പ്രോഡക്റ്റ് ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലുള്ള പ്രോഡക്റ്റ് ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിന് റീഡർ സപ്പോർട്ട് ചെയ്യില്ലെന്നുള്ളതാണ്. അതായത് ഒരു 3 സ്റ്റാഫ് ABC 3 പേര് നമ്മുടെ സ്റ്റാഫാണ്. 3 പേരും വരുന്നു. അവർ ആക്സസ് കൺട്രോൾ ആയതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് പുറത്തായിരിക്കും ഇരിക്കുക. അവരവിടെ കാർഡോ ഫിംഗറോ കാണിക്കുന്നത് എന്തെങ്കിലും ആവട്ടെ. അവർ ജസ്റ്റ് ഫിംഗറോ കാർഡോ കാണിക്കുന്ന സമയത്ത് ഡോർ ഓപ്പൺ ചെയ്യുന്ന അവരകത്തേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ അവരകത്ത് പോയി വൈകുന്നേരമായി അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോകണം. പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് ഈ ഒരു മെഷീൻ ഒരിക്കലും ഒരു റീഡർ സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു എക്സിറ്റ് ബട്ടൺ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ആ എക്സിറ്റ് ബട്ടൺ സ്വിച്ച് അവർ അമർത്തുന്ന സമയത്ത് ഡോർ ഓപ്പൺ ചെയ്യുന്നവർ വെളിയിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ 3 ആളുകളും പുറത്തേക്ക് പോയി. അത് ആരാണെന്ന് നമുക്കറിയില്ല, ആരോ പോയി.
ഓക്കെ, അവർ പുറത്തിറങ്ങിയ ശേഷം അവരെന്ത് ചെയ്യുന്നു, ഫിംഗറോ കാർഡോ കാണിക്കുന്നു. അപ്പം നമുക്ക് മനസ്സിലായത് ആരാണ് ഇറങ്ങിപ്പോയെന്ന്. അല്ലാതെ ആരാണ് ഈ ഡോർ തുറന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ ഇൻഫോ പാർക്ക് പോലെയുള്ള അവിടെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ അവർക്ക് സോഫ്റ്റ്വെയർ കമ്പനീസിൽ അവരുടെ പേയ്മെന്റ് പോകുക പറഞ്ഞാൽ എത്ര സമയം അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുള്ളതിനനുസരിച്ചാണ്. ഇപ്പം നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ആണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം, അതായത് പേറോൾ മാനേജ്മെന്റ് സിസ്റ്റം നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് 100% സ്യൂട്ടബിൾ ആണ്. ഈ ഒരു ഡിവൈസിൻ്റെ കൂടെ വന്നേക്കുന്ന കാർഡാണിത്. ഇതൊരു പ്രോക്സിമിറ്റി കാർഡാണ്. ഞാൻ ജസ്റ്റ് ഈ ഡിവൈസിൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. എന്തോരം ഡിസ്റ്റൻസിൽ വെച്ചിട്ടാണ് ഈ കാർഡ് റീഡ് ചെയ്യണമെന്ന് നോക്കാം. കണ്ടോ, ഏകദേശം ഒരു 5 സെൻറ്റിമീറ്റർ അടുത്ത് വരുമ്പോൾ തന്നെ ഈ കാർഡ് ഇത് റീഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, അതുപോലെ തന്നെ നമുക്ക് ഫിംഗർ പ്രിൻറ്റും വർക്ക് ചെയ്യും. ഇപ്പം ഞാൻ എൻ്റെ ഫിംഗർ എൻ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എറർ കാണിക്കുന്നുള്ളൂ. ഈ കോഡ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് പൊളിച്ച് കളയേണ്ടതാണ്. ഞാൻ ജസ്റ്റ് കോഡൊന്നും പൊളിച്ച് കളഞ്ഞിട്ടില്ല. ഇതേ എൻ്റെ വിരൽ എൻ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ എറർ കാണിക്കും. അപ്പോൾ ഈ ഒരു ഡിവൈസ് നമ്മുടെ സ്റ്റാഫിൻ്റെ A to Z കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി കേപ്പബിൾ ആണ്. സ്റ്റാഫ് നമ്മൾ എടുത്ത നാൾ മുതൽ അതിൻ്റെ ഡേറ്റ് ഓഫ് എൻട്രി കൊടുക്കാം. അവർ റെസിഗ്നേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഡേറ്റ് ഓഫ് റെസിഗ്നേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ഫോട്ടോസ് കൊടുക്കാം, അവരുടെ ബയോ ഇൻഫർമേഷൻസ് എല്ലാം കൊടുക്കാം, ഫിംഗർ, കാർഡ് എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുക്കാം. ഒരു കാർഡ് മാത്രം ഇതിൻ്റെ കൂടുതൽ വരുന്നുണ്ട്. ബാക്കിയുള്ള കാർഡൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യണം, അതിന് വലിയ വിലയൊന്നും വരുന്നില്ല. ഒരു 50 രൂപ താഴെ ആ ഒരു കാർഡിന് കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഈ ഒരു സബ്ജക്റ്റിലൊക്കെ താല്പര്യമുള്ള CCTV ബയോമെട്രിക് മെഷീനിലൊക്കെ താല്പര്യമുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക്